കേരളത്തിലെ ടെലിവിഷൻ റേറ്റിംഗ് തിരിമറി സംബന്ധിച്ച 24ന്റെ വാർത്ത ഏറ്റെടുത്ത ദേശീയ മാധ്യമങ്ങൾ ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ക് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് മലയാളത്തിലെ ഒരു ന്യൂസ് ചാനൽ റേറ്റിംഗിൽ തിരിമറി നടത്തിയെന്നതായിരുന്നു ഓപ്പറേഷൻ സത്യയിലൂടെ 24ന്റെ പ്രത്യേക അന്വേഷണ സംഘം പുറത്തുവിട്ട വാർത്ത. വിശദവും സമയബന്ധിതവുമായ അന്വേഷണം വേണമെന്ന് രാജ്യത്തെ വാർത്താ ചാനലുകളുടെ സംഘടനയായ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ടെലിവിഷൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്കിലെ ജീവനക്കാരനെ സ്വാധീനിച്ച മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്താ ചാനൽ റേറ്റിംഗ് അട്ടിമറിക്കുന്നുവെന്ന വാർത്തയാണ് ഓപ്പറേഷൻ സത്യയിലൂടെ 24 പുറത്തുവിട്ടത്. ഈ വാർത്ത പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. വിവിധ ഹിന്ദി, ഇംഗ്ലീഷ് ചാനലുകൾ വാർത്ത ഏറ്റെടുത്തു. പുറത്തുവന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഡൽഹിയിലെ റിപ്പബ്ലിക് TV ആസ്ഥാനത്ത് NBF പ്രസിഡന്റ് അർണബ് ഗോസ്വാമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് വിഷയം ഗുരുതരമാണെന്ന് വിലയിരുത്തിയത്. ഒരു മലയാളം വാർത്താ ചാനൽ ഉടമയും ബാർക്ക് ജീവനക്കാരനും കോടികൾ കൈമാറിയത് ക്രിപ്റ്റോ കറൻസി വഴിയെന്നും 24 നടത്തിയ ഓപ്പറേഷൻ സത്യയിൽ പുറത്തുവന്നിരുന്നു. കൂടാതെ ഓൺലൈനിൽ കാഴ്ചക്കാരെ കൂട്ടുന്നതിനായി ഫോൺ ഫാമിംഗ് തട്ടിപ്പ് നടത്തുന്നുണ്ടെന്ന വിവരവും ഓപ്പറേഷൻ സത്യയിലൂടെ പുറത്തുവന്നിരുന്നു. NBF സ്ഥാപക ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായരും വാർഷിക യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.